ഫസ്റ്റത്തെ ഇൻട്രോ തന്നെ ഇർഫാനും ഫിദയും കൂടെ ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് എല്ലാവരും കൂടെ പൂവാർ ബീച്ചിലേക്കാണ് പോണത്. അപ്പം നമ്മൾ വീട്ടിൽ 4:30 ഇറങ്ങാമെന്ന് പ്ലാൻ ചെയ്തെങ്കിൽ നമ്മൾ ഇറങ്ങിയപ്പോൾ നല്ല ലേറ്റായിട്ടുണ്ട്. അപ്പം അല്ലെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പോകണമെങ്കിൽ നമ്മൾ പറയുന്ന സമയം കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഇറങ്ങാറുള്ളൂ. അപ്പോൾ നമ്മളിതാ എല്ലാവരും പൂവാർ ബീച്ചിലേക്ക് വന്നിട്ട് നേരെ ബോട്ടിങ്ങിൻ്റെ അവിടേക്കാണ് പോണത്. അവിടെ ചെന്നിട്ട് നമ്മൾ സമയം ഏകദേശം അങ്ങ് ആയി. അവിടെ 6 മണി വരെ ബോട്ടിംഗ് ഉള്ളൂ എന്നാണ് നമ്മൾ അറിഞ്ഞ് വന്നത്. അങ്ങനെ നമ്മൾ വന്നപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പാണ് അവരെടുക്കുന്നത്. അങ്ങനെ നമ്മൾ കയറണമെന്ന് വാശി പിടിച്ച് എല്ലാവരും കയറിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ അതിനകത്ത് മൊത്തം 8 കപ്പാസിറ്റിങ്ങേ ഉള്ളൂ. അങ്ങനെ നമ്മൾ 8 പേരാണ് കയറിയത്. ബാക്കി 2 പേരെ അവിടെ തന്നെ ബീച്ച് സൈഡിൽ തന്നെ നിർത്തിയിട്ട് നമ്മളെല്ലാവരും കൂടി ഇതിനകത്ത് കയറിയിട്ടുണ്ട്. ഇതിലിരിക്കുന്ന ഫുള്ള് ആൾക്കാർക്കും കയറണമെന്ന് നിർബന്ധമുള്ള ആളായിരുന്നു. ഇതിന് ചുറ്റും ഫുള്ളും റിസോർട്ട് അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളാണ്, അതിനെപ്പറ്റി ഒന്നും അറിഞ്ഞുകൂടാ. അങ്ങനെ പോകെ ഇവിടെ ഇരുട്ട് വീഴാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ ആകെ ആംബിയൻസ് ഒക്കെ മാറി. ഇപ്പം ഈ ഒരു സന്ധ്യ സമയം സൂപ്പർ വ്യൂ ആയിരുന്നു ഇവിടെ നിന്ന്. പക്ഷെ കുറേ കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കും A few moments later. ഇത് ലൈറ്റ് വന്നിരിക്കോ ടോർച്ചില്ല ഇല്ല കണ്ടാകും ബസ്സല്ല വെള്ളം അല്ല അവിടെ വെച്ച് പറയണേ എനിക്ക് കുഴപ്പമില്ല, എനിക്ക് കയറിയേ പറ്റുള്ളൂ. ഞാൻ സത്യം പിന്നെ ഇങ്ങനെ ചിന്തിച്ച് നമ്മളിവിടെ അല്ല അകപ്പെട്ടു പോയാൽ തിന്നാ ഒന്നും കാണൂല. അങ്ങേര് പറഞ്ഞ കണക്ക് തേങ്ങയും തിന്ന് ഇരിക്കേണ്ടി വരും. കയറിയപ്പോൾ അത്ര ഇതൊന്നും ഇറങ്ങിയപ്പോൾ ആർക്കും ഇല്ല. അപ്പോൾ എല്ലാവരും സൈലൻ്റായിട്ട് ഇതാ വീട്ടിലോട്ട് പോകാമല്ലോ നമ്മൾ നടക്കുകയാണ്. ഇപ്പോൾ എവിടെയാണ് വന്നത്? നമ്മൾ പൂവാറിലാണ് വന്നത്. അനാക്കോണ്ടേനെ കാണാനാണ് വന്നത്. അനാക്കോണ്ടല്ലേ പാടി ഇറങ്ങി ഒരുപാട്. അനാക്കോണ്ടെന്ന് പറയാൻ കാരണം അവിടുത്തെ ഒരു ആംബിയൻസ് ഒക്കെ രാത്രിയിൽ നമുക്ക് തോന്നിപ്പോകും. അത് അനാക്കോണ്ട സിനിമ കണ്ടവർക്കറിയാം. അങ്ങനെ നമ്മളിതവിടെ വിഴിഞ്ഞം പള്ളിയിലേക്ക് വന്നിട്ട് ആഹാരമൊക്കെ കഴിച്ചതിന് ശേഷം ഇങ്ങോട്ട് വന്ന് ചൂടായതുകൊണ്ട് കാറ്റ് കൊണ്ടിട്ട് പോകുമെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വന്ന് നമ്മൾ അതും കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോഴത്തേക്കും ബൈ.